ഗുരുവായൂർ പോകുന്നതാണ്. വൈകിട്ടാണ് ഞങ്ങൾ ഗുരുവായൂർ പോകുന്നത് തീരുമാനിച്ചത്. അച്ഛൻ എത്ര തവണ വരാമെന്ന് അറിയാം. ഞങ്ങളിപ്പോൾ ട്രെയിനിലാണ്. വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഗൈസ്. ലേറ്റായിപ്പോയി. വൈകുന്നേരമല്ലേ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ പിന്നെ അതിന് സോസിനാണ് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ സൈഡിലോട്ട് കയറിയിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ കഴിക്കാനായിട്ട് തുടങ്ങുകയാണ്. രാത്രിയിൽ ചപ്പാത്തിയാണ്. ചോറും എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. രാത്രി ചപ്പാത്തിയാണ്. ചപ്പാത്തി ഉള്ളിക്കറി ഉണ്ട്, ചോറും ഉണ്ട് കേട്ടോ. നമ്മൾ ചോറ് തുറന്നിട്ടുണ്ട്. ചോറിന് എന്തൊക്കെയാണ് കറി? നെല്ലിക്ക അച്ചാറുണ്ട്, തോരനുണ്ട്, ഒരു സാധനം തീയലുണ്ട് കേട്ടോ ഗൈസ്. ഇത് നെല്ലിക്കയാണ്, തീയലാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഗൈസ്. എറണാകുളം എത്തിയിട്ടുള്ളൂ. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളൂ. 11:45 12 മണിയാകുമ്പോഴത്തേക്ക് ഗുരുവായൂർ ചെല്ലും ഗൈസ്. ഭവിക്കുട്ടി ഇവിടെ ഇരിക്കുകയാണ് ഗൈസ്. ഗുരുവായൂരത്ത് നമ്മൾ ഗുരുവായൂരത്തിരിക്കും. പഴുക്കട്ടെ ഓക്കെ. ട്രെയിനാണ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ട്സ് കോഴിക്കോട്ടെ അച്ഛനും ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ തൊട്ട് ബാക്കിലായിട്ടുണ്ട്. നമുക്കിനി ഫ്രഷായിട്ട് അമ്പലത്തിലോട്ട് പോവാം. ഫ്രഷായിട്ട് കാണാവേ. ഗൈസ്, നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇവിടെയൊക്കെ കുറേ കാണാനുണ്ട്. കുഞ്ഞു കുഞ്ഞു ഫ്രോക്കുകളെ, ഉടുപ്പുകളെ, സഞ്ചികളെ. അതെ ഗൈസ്, അതാണ് അമ്പലം. നമ്മൾ റെഡി ആയിട്ടില്ല. നമ്മൾ റെഡി ആയിട്ട് തൊഴുത്തുള്ളൂ. ഈ ബാഗുകളൊക്കെ നല്ല ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്. കൃഷ്ണ സാരീസ് ഹവായി നോക്കി. കൃഷ്ണൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഓം നമോ ഭഗവതേ വാസുദേവായ. നിറയെ കടകളുണ്ട് ഗൈസ്. ഇവിടെ പവിക്കുട്ടി അച്ഛനാണ് നടന്നു പോകുന്നത് ഫ്രണ്ടിൽ. ഇപ്പോൾ സമയം 12:45 ഫ്രണ്ട്സ് കേട്ടോ. ഇനി 3 മണിക്കാണ് നട തുറക്കുന്നത്. അപ്പോഴേക്കും ഞങ്ങൾ റെഡി ആയിട്ട് ക്യൂവിൽ നിൽക്കാം. റെഡി ആയിട്ട് കാണാം കേട്ടോ ഗൈസ്. അകത്തോട്ടും കുറേ കടകളാണ് ഗൈസ്. ഇതുപോലെ തന്നെയാണ് അമ്പലപ്പുഴയിലും. ഇതേപോലെ തന്നെയാണ് ഞങ്ങൾ ഇന്നാളെ പോയിട്ടുള്ള അമ്പലപ്പുഴയിലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെ കാണണേ. കോഴിക്കുട്ടിയും അമ്മയും റെഡി ആയിട്ടുണ്ട്. ഞാനും റെഡി ആയിട്ടുണ്ട്. ഓക്കെ കോഴിക്കുട്ടി ഇറങ്ങാം. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോകും. കോഴിക്കുട്ടി ഗൈസ്, ഞങ്ങൾ മുല്ലപ്പൂ മേടിക്കുകയാണ്. കോഴിക്കുട്ടിക്ക് അമ്മ മുല്ലപ്പൂ വെച്ച് കൊടുക്കുകയാണ് ഗൈസ്. എനിക്ക് വെച്ച് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ മൊബൈലൊക്കെ ക്ലോക്ക് റൂമിൽ വെക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ തൊഴുതിട്ട് വരാം ഗൈസ്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കോഴിക്കുട്ടി അച്ഛനും അമ്മേനെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ അടുത്തതായിട്ട് മമ്മിയൂർ ശിവക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അമ്മേൻ്റെ കോഴിക്കുട്ടി അച്ഛനും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ഗുരുവായൂർ ഞങ്ങൾ 2 മണിക്കാണ് തൊഴാൻ കയറിയത്. 5:45 തൊഴുതത്. അത്ര നേരം ക്യൂവിൽ
ഫ്രണ്ട്സ് നമ്മൾ ഗുരുവായൂരിന്ന് പോവുകയാണ്. നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് നമ്മുടെ 5:45 നമ്മുടെ ട്രെയിൻ, പക്ഷേ അത് കിട്ടിയില്ല. കാരണം നമ്മൾ 5:45 തൊഴുതത്, അതുകൊണ്ട് നമുക്ക് ആ ട്രെയിൻ കിട്ടിയില്ല. അടുത്ത ട്രെയിനാണ് പോകുന്നത്. ഇനി പിന്നെ അച്ഛനുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, കയറി ഇറങ്ങി വരാമല്ലോ. തൃശ്ശൂർ ഇറങ്ങിയിട്ട് ഇനി അടുത്ത ട്രെയിൻ വരുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ പിന്നെ പാടാം. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിക്കാം. ഇതിപ്പോൾ കുടുംബശ്രീയുടെ ഡോർമെട്രി ആൻഡ് കോമ്പസ്റ്റേഷനാണ്. ഫ്രഷപ്പ് ആണ്. ഇവിടെ വന്നിട്ട് നമുക്ക് നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. എല്ലാവർക്കും നല്ല നല്ല നീറ്റ് ആൻഡ് ഹൈജീനിക്കാണ് ഇവിടെ. നമുക്ക് ലേഡീസിനും ജെൻസിനും പ്രത്യേകമാണ്. 3 ഫ്ലോർ ഉണ്ട് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇവിടെ വന്നിട്ട് ഒരാൾക്ക് 30 രൂപയുള്ളൂ. വലിയ റേറ്റും ഇല്ല, നല്ല ക്ലീനാണ്. ഞങ്ങളിവിടെ വന്നിട്ടാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അമ്പലത്തിലോട്ട് പോയത്. പിന്നെ ഇവിടെ ക്ലോക്ക് റൂമിൽ നമ്മുടെ ലഗേജ് വെച്ചിട്ടാണ് പോയത്. തിരിച്ച് വന്നിട്ട് പിന്നെ ഇവിടുന്ന് ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പോകാം. അങ്ങനെയുള്ള സൗകര്യം കൂടെ ഉണ്ട്. അപ്പം ഈ വരുന്നവരൊക്കെ ഇത് നോക്കിയിട്ട് വന്നാൽ നല്ല ഇതായിരിക്കും. നമുക്കുള്ള ഒരു അഫോർഡബിൾ റേറ്റാണ്. നല്ല റേറ്റ്. ആ ഒരു റേറ്റിന് ഇവിടെ വേറെ എങ്ങും ഇത്ര ഹൈജീനിക്കായിട്ട് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇവിടെ സ്ത്രീകളാണ് നടത്തുന്നത്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഇവിടെ തന്നെ വരാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിവിടെ ഫ്രഷ് ആവാനൊക്കെ എടുത്തത് ഡോർമെട്രി ആൻഡ് കംഫർട്ട് സ്റ്റേഷനാണ്. ഇവിടെ റേറ്റ് കുറവാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഞങ്ങൾ ഒരാൾക്ക് 30 രൂപയായുള്ളൂ. നല്ല ഹൈജീനിക്കാണ് എല്ലാവരും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഫ്രഷായിട്ട് അമ്പലത്തിലോട്ട് പോയത്. എല്ലാവരും വരുമ്പം ഇത് നോക്കിയിട്ട് വരും. അപ്പോൾ നമുക്ക് നല്ല ഹൈജീനിക്കായിട്ടുള്ളൊരു, മാത്രമല്ല സ്ത്രീകൾ നടത്തുന്നതാണ്, കുടുംബശ്രീയുടെ ആയതുകൊണ്ട് നല്ല ഇതാണ്. അവർക്ക് നല്ല സഹകരണവും നല്ല സ്നേഹവും എല്ലാം നല്ല നമ്മളോട് ഇടപെടലും എല്ലാം നല്ലതാണ്. പിന്നെ തിരിച്ച് നമുക്ക് അവിടെ ക്ലോക്ക് റൂമുണ്ട്. അവിടെ വെച്ചിട്ട് സാധനങ്ങളൊക്കെ ഡ്രസ്സ് വെച്ചിട്ട് പോകാം. 10 രൂപയാവത്തുള്ളൂ, എക്സ്ട്രാ കൊടുത്താൽ മതി. പിന്നെ നമുക്ക് വന്നിട്ട് റൂമിൽ വന്നിട്ട് അതെടുത്തിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് പോവാം. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഫുഡ് കഴിച്ചു. ഞാനും പോയിക്കുട്ടിയും ഗീ റോസ്റ്റാണ് കഴിച്ചത്. അമ്മ അപ്പം ഇഡ്ഡലി കഴിച്ചു. ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കഴിച്ചു. പവിക്കുട്ടിക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വേണമെന്ന് പറയുന്നു. നമുക്ക് അതുകൂടി കാണിക്കാം. അപ്പോൾ ഞങ്ങളൊരു വിഷുക്കണിയൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തിരുവടയാണ് മേടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. ചെറിയ തിരുവടയാണ്. നല്ല വെറൈറ്റി ബാഗുകളൊക്കെ കിടക്കുന്നു. ഞങ്ങളൊരു തിരുവടയാണ് മാത്രമേ മേടിച്ചുള്ളൂ. ഭയങ്കര വിലയാണ് ഫ്രണ്ട്സ്. ഇവിടെ ബാഗ് ഞങ്ങൾ നോക്കി, പക്ഷേ ഭയങ്കര വിലയാണ്, അതുകൊണ്ട് മേടിച്ചില്ല. അതിന് നമുക്ക് ഗുരുവായൂരിൽ നിന്ന് തൃശ്ശൂർ പോകണം. തൃശ്ശൂരിൽ നിന്നാണ് ട്രെയിന്. അതുകൊണ്ട് അതിന് മുന്നേ ഇവിടുന്ന് ട്രെയിൻ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ പൂന്താനത്തിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. തൃശ്ശൂർ ട്രെയിൻ കയറി. ഇനി അവിടുന്ന് കരുനാഗപ്പള്ളി ട്രെയിനുണ്ട്. 9:15 ട്രെയിൻ എടുക്കത്തുള്ളൂ. പോയിക്കുട്ടി എന്തെങ്കിലും ഒരു വിഷമം. ഞങ്ങളങ്ങനെ തൃശ്ശൂർ എത്തി ഗൈസ്. ഇനി 10:30 നമ്മുടെ അടുത്ത ട്രെയിൻ. ഇപ്പോൾ നമുക്ക് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകണം. നല്ല തിരക്കാണ്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലിരിക്കുകയാണ്. 10:30 ട്രെയിൻ. അന്നേരം ഇനി ഞങ്ങൾ വീട്ടിൽ പോവുകയാണ്. ലിയോമാൻ ഗുരുവായൂരൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പോയിക്കുട്ടി? കൊള്ളായിരുന്നു അല്ലേ മാം? നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. വീഡിയോ ഇട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.